ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയാണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകിട്ട് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാം. അധികം എണ്ണയൊന്നും യൂസ് ചെയ്യാതെയാണ് കേട്ടോ നമ്മളിത് ചെയ്തിട്ടുള്ളത്. എന്നും ഒരുപോലെ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി നമുക്ക് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. 1/2 സ്പൂൺ മതിയാവും. അതുകൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. ഒരു 1/2 സ്പൂൺ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടി നിങ്ങൾ കൂടുതൽ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇതെല്ലാം ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ആദ്യമേ മുഴുവനും ഒഴിക്കരുത്, കുറച്ചായിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയൊരു കപ്പിന് 1 കപ്പാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് കുറച്ചായിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ എത്ര വെള്ളം ആവശ്യമായിട്ട് വന്നതെന്ന് ഞാൻ പറയാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഇതുപോലെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് ലൂസല്ല, എന്നാൽ ഒരുപാട് ഹാർഡായിട്ടും അല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് ഈ ഒരു കപ്പിൽ ഇത്രയും വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ബാലൻസാണിത്. അപ്പോൾ അത്രയും മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് റെസ്റ്റ് ചെയ്യാനിട്ട് വയ്ക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് ഇതിലേക്ക്. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ട് വരുമ്പോഴേക്കും ഇതും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 4 സവാളയാണ്, ചെറുതായതിൻ്റെ പേരിലാണ് കേട്ടോ 4 എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഈ ഒരു സവാള അരിഞ്ഞ് വെച്ചത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് വെജീസ് ഏതൊക്കെയാണോ ഇഷ്ടം അതെല്ലാം ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ഫ്രോസൺ പീസാണ് കേട്ടോ, അത് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും വേണമെന്നില്ല കേട്ടോ, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഗരം മസാല കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് കുക്കായിട്ട് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. 1-2 ടേബിൾ സ്പൂൺ മതിയാവും. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മസാലയിലേക്ക് മുട്ടയോ ചിക്കനൊക്കെ ചേർത്തിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് ഇതപ്പോൾ നല്ലതുപോലെ സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന് നമുക്ക് ഓരോരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. നമുക്കിത് മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. ശേഷം നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമ്മളിതുപോലെ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുത്തതിന് നമുക്കിതുപോലൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു വലുപ്പത്തിലാണ് കേട്ടോ നമ്മൾ പരത്തിയെടുക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് കനം കുറച്ച് പരത്തുന്നില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടാണ് കേട്ടോ ഇതൊന്ന് ക്ലോസ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ക്ലോസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ നമുക്ക് എക്സസ് ആയിട്ട് കുറച്ച് മാവുണ്ടാവും. അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതിന് ശേഷം വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് നമ്മൾ ചപ്പാത്തിക്കോല് വെച്ചൊന്നും പരത്തിയെടുക്കുന്നില്ല. ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് വലുപ്പത്തിലില്ല, ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം തന്നെ ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുപാട് ഓയിലിൽ മുക്കി പൊരിക്കുന്നില്ല, പകരം നമ്മൾ ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ അധികം എണ്ണയിൽ മുക്കി പൊരിക്കാത്തത് കൊണ്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകിട്ട് സ്നാക്കായിട്ടോ ഒക്കെ ഇത് കഴിക്കാൻ പറ്റും. നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ലഞ്ച് ബോക്സിന് ഇത് കൊടുത്തു വിടാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്.
അങ്ങനെ നമ്മൾ എല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ പാന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനത്തിൽ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അടിഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അകമൊന്നും അങ്ങനെ നന്നായിട്ട് വെന്ത് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനത്തിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഒരു ഭാഗമായി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചു കൂടി ഇട്ടിട്ട് 2 ഭാഗവും ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. സംഭവം അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പൊടി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്